ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله فإن خير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم بعض الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികൾ അള്ളാഹുവിൻ്റെ നിയമവിധികൾ ജീവിതത്തിലുടനീളം സൂക്ഷിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ റമദാനിൻ്റെ ധന്യമായ ഈ ദിനരാത്രങ്ങളിൽ നാം വളരെ ശ്രദ്ധയോടെ ആരാധനാക്രമങ്ങൾ അനുഷ്ഠിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. കഠിനമായ ചൂടും ദാഹവും മറ്റു ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കാക്ഷിച്ചുകൊണ്ട് നാം അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്രകാരം തന്നെ രാത്രി കാലഘട്ടങ്ങളിൽ തറാവീഹ്, ഖിയാമുൽ ലൈൽ നമസ്കാരങ്ങളിലൊക്കെ നമ്മളിൽ ഭൂരിപക്ഷം ആളുകൾ വളരെ സജീവമായി നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികമായി നമുക്ക് ചില പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നാം മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധയുള്ള ആളുകളാണ്. ഇത്തരത്തിൽ നാം ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും അല്ലാഹു ഏറ്റവും സ്വാലിഹായ അമലുകളായി സ്വീകരിക്കുമാറാകട്ടെ. ഈ സന്ദർഭത്തിൽ റമദാനിന്റെ അവസാന ദിനരാത്രങ്ങളിലേക്ക് നാം പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. കേവലം ഒരാഴ്ച മാത്രമായിരിക്കും നമ്മുടെ മുമ്പിൽ ഈ അതിഥി ഉണ്ടാവുക. പലപ്പോഴും നമ്മുടെയൊക്കെ തന്നെ ജീവിതത്തിൽ പല കാര്യങ്ങളും വളരെ ആവേശത്തോടെ തുടങ്ങുകയും പിന്നീട് അതിന് വളരെ കൃത്യമായ ഒരു ഫോളോ അപ്പ് ഇല്ലാതെ ആകുകയോ അല്ലെങ്കിൽ അവസാനം ഏതെങ്കിലും നിരക്ക് അവസാനിക്കുകയും ചെയ്യുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാവുക. പക്ഷെ റമദാനിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആദ്യ ഭാഗത്തേക്കാൾ കൂടുതൽ ആവേശവും ഉന്മേഷവും അതുപോലെ തന്നെ ആത്മാർത്ഥതയും ഉണ്ടാവേണ്ട സാഹചര്യം അതിൻ്റെ അവസാന ദിനരാത്രങ്ങളിലാണ്. നമുക്കറിയാം, ഒരു ഓട്ട മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തുടക്കം വളരെ മനോഹരമാണ്. പക്ഷെ ആ തുടക്കത്തിനനുസരിച്ചുള്ള ഒരു ഫോളോ അപ്പ് തുടർന്ന് കൊണ്ട് ഇല്ലാതിരിക്കുകയാണെങ്കിൽ അതിന്റെ അവസാനം ഫിനിഷിംഗ് ലൈനിൽ എത്തുന്ന സന്ദർഭത്തിൽ അയാൾ പിന്നിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അയാളുടെ സർവ്വ ശേഷിയും ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അതിന്റെ അവസാന ഘട്ടത്തിൽ ആ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്രകാരം തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പുണ്യങ്ങൾ കരഗതമാവുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുമ്പോൾ ഈ മാസത്തിന്റെ അവസാന ദിനരാത്രി കൂടുതൽ ആക്റ്റീവ് ആക്കുവാൻ, കൂടുതൽ സജീവമാക്കുവാൻ, അതുമായി ബന്ധപ്പെട്ട വളരെ ഫലപ്രദമായ രീതിയിൽ ഇടപെടലുകൾ നടത്തുവാൻ സാധിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മെ സംബന്ധിച്ചിടത്തോളം, കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം മതപരമായ പല ആചാരങ്ങളും കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അവസരമാണ്. അതുപോലെ തന്നെ ഭൗതികമായ മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്തരം അവസരങ്ങൾ കൂടുതലായി ലഭിക്കുന്ന ഘട്ടമായതുകൊണ്ട് തന്നെ
ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ആത്മാർത്ഥമായ ആരാധനാക്രമങ്ങളിൽ നിന്ന് വിമുഖത കാണിക്കുവാനുള്ള സാഹചര്യങ്ങളുണ്ട്. പക്ഷേ അവിടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഐഹിക ലോകത്തെ നിന്റെ ഓഹരിയെ നീ വിസ്മരിക്കേണ്ടതില്ല. പക്ഷേ ആ ഐഹിക ലോകത്തെ നമ്മുടെ ഓഹരി സമ്പാദിക്കുന്നതിനിടയിൽ ഏറ്റവും മഹത്തായ, ഏറ്റവും പ്രാധാന്യമേറിയ ലൈലത്തുൽ ഖദർ പോലെയുള്ള ദിനരാത്രങ്ങളിലൂടെ കടന്നു പോകുന്ന സന്ദർഭത്തിൽ അവിടെ ആരാധനാ കർമ്മങ്ങളിലും മറ്റുപോലുള്ള ഒരു അലസത ഒരിക്കലും ഉണ്ടായിക്കൂടാ. കൂടുതൽ ഊക്കോടുകൂടി, കൂടുതൽ ശക്തിയോടുകൂടി ഈ രംഗത്തിൽ പ്രവർത്തിക്കുവാൻ നമുക്കൊക്കെ കഴിയേണ്ടത്. ഈ അവസാന നാളുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. നമുക്ക് ഹദീസുകൾ കാണാൻ കഴിയും. ഏതൊരു കാര്യത്തിന്റെയും പര്യവസാനം അതിന്റെ അവസാനം ഏത് രീതിയിലോ ആണോ അതേ രീതിയിലാണ് അത് പരിഗണിക്കപ്പെടുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതിം, കർമ്മങ്ങൾ അതിന്റെ അന്തിമമായ ഫലം നിശ്ചയിക്കുന്നത് അതിന്റെ അവസാന ഘട്ടം പരിഗണിച്ചുകൊണ്ടാണ്. ആദ്യഘട്ടം പ്രധാനം തന്നെയാണ്. അവിടെ നമ്മുടെ നിയ്യത്തും ഉദ്ദേശവും അതിനനുസൃതമായ വളരെ കൃത്യമായി നിർദ്ദേശിക്കപ്പെട്ട രീതിയിലുള്ള കർമ്മങ്ങളിലൂടെയാണ് നാം മുന്നോട്ട് പോകുന്നതെങ്കിൽ അതിന്റെ അവസാന ഘട്ടം ഏറ്റവും മനോഹരമാക്കുക എന്നുള്ളത് ആ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നതിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുവേ, എന്റെ ജീവിതത്തിന്റെ എനിക്ക് ലഭിച്ച ആയുസ് അതിന്റെ ഏറ്റവും നല്ല ഭാഗം അതിന്റെ അവസാനമാക്കേണമേ. നമ്മളൊക്കെ മരിക്കുന്ന ഘട്ടത്തിൽ വിശ്വാസിയായി മരിക്കുക, മുസ്ലിമായി മരിക്കുക എന്നുള്ളത് വലിയ ഒരു സൗഭാഗ്യമാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നെ മുസ്ലിമായി നീ ഏറ്റെടുക്കണമേ, അള്ളാഹുവിനോടായി ആവശ്യപ്പെടുകയും അതുപോലെ തന്നെ സജ്ജനങ്ങളെ ഉൾപ്പെടുത്തുകയും ചെയ്യണം. എല്ലാ വെള്ളിയാഴ്ചയും നാം കേൾക്കുന്ന ഒരു പ്രാർത്ഥന ഒരു വിശുദ്ധ ഖുർആന്റെ സൂക്തമാണ്. ഒരിക്കലും മുസ്ലിമായി കൊണ്ടല്ലാതെ മരണപ്പെടുക. അങ്ങനെ മുസ്ലിമായി മരണപ്പെടുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമാണ്. അതാണ് ഈ പ്രാർത്ഥനയുടെ ഒരു ആശയം തന്നെ. എന്റെ ആയുസിന്റെ അവസാനം ഏറ്റവും ഉത്തമമാക്കണമേ. അവിടെ അവസാനിക്കുന്നില്ല. അതുപോലെ തന്നെ എന്റെ എല്ലാ കർമ്മങ്ങളുടെയും ഏറ്റവും നല്ല കാര്യം, ഏറ്റവും നല്ല ഭാഗം അതിന്റെ അവസാനമാക്കി തീർക്കണമേ. അപ്രകാരം തന്നെ എന്റെ ഏറ്റവും നല്ല ദിനങ്ങൾ നീയുമായി കണ്ടുമുട്ടുന്ന സന്ദർഭമാക്കണമേ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അല്ലാഹുവിനെ നേർക്കുനേരെ കൺകുളിർക്കെ കണ്ടുമുട്ടുവാനുള്ള അവസരമുണ്ട്. അതിന് ഭാഗ്യം ലഭിക്കുന്ന, സൗഭാഗ്യം ലഭിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ സ്ഫുടമായ രീതിയിൽ, ഏറ്റവും മനോഹരമായ രീതിയിൽ ചെയ്ത ആളുകളാണ്. ആത്മാർത്ഥതയോടുകൂടി കർമ്മങ്ങൾ ഏതൊക്കെ രീതിയിലാണോ ചെയ്യേണ്ടത് അതിന്റെ നിബന്ധനകൾ അനുസരിച്ച് വളരെ കൃത്യമായി അത് അനുഷ്ഠിക്കപ്പെടുന്ന ആളുകൾക്കാണ് അത്തരത്തിലുള്ള സൗഭാഗ്യം ഉണ്ടാകുന്നത്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നത്. അതിന്റെ അവസാനമാണ് ഇപ്രകാരമാണ്, എന്റെ ദിനങ്ങളിൽ ഏറ്റവും നല്ല ദിനം നീയുമായി കണ്ടുമുട്ടുന്ന ആ അസുലഭമായ അവസരമാകണമേ എന്ന് പ്രവാചകൻ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് കർമ്മങ്ങളുടെ പര്യവസാനം ഏറ്റവും മനോഹരമായിരിക്കും. ഈ ദിനരാത്രങ്ങൾ അവസാനത്തോട് അടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അമലുകൾ ചെയ്യുവാൻ, സൽക്രമങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ മുഖരിതമാക്കുവാൻ നാം ഏവരും ശ്രദ്ധയുള്ളതാകുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ആലോചിച്ചു, പരലോകത്ത് ഒരിക്കലും ഒരു നഷ്ടം സംഭവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെട്ടുകൂടാ. അവസരങ്ങൾ ഈ ലോകത്ത് യഥേഷ്ടം നമുക്ക് ലഭിക്കുന്നു. സമയം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ നാം വളരെ ഭംഗിയായി നിർവഹിക്കുമ്പോൾ അല്ലാഹുവുമായുള്ള നമ്മുടെ ബന്ധം അത്ര കൂടുതൽ ശക്തമല്ല എങ്കിൽ, അത് ദൃഢപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നാം ബോധപൂർവം ചെയ്യുന്നില്ല എങ്കിൽ നാളെ പാരത്രിക ലോകത്ത് വിലപിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെട്ടേക്കാം. വിശുദ്ധ ഖുർആൻ അത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു സൂക്തം നമുക്ക് ഇപ്രകാരം കാണാൻ കഴിയും. നരകത്തിൽ അകപ്പെട്ട ആളുകൾ അതിൽ കിടന്ന് അട്ടഹസിക്കുകയാണ്. വളരെ വലിയ ശബ്ദത്തോടുകൂടി അവർ അല്ലാഹുവിനോട് കേട്ട് അപേക്ഷിക്കുകയാണ്. എന്താണ് അവരുടെ അപേക്ഷ? റബ്ബനാ അഖ്രിജ്നാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളെ ഇതിൽ നിന്നൊന്ന് പുറത്തു കടത്തണമേ. നഅമൽ സ്വാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ, ഞങ്ങൾ മുമ്പ് ചെയ്യാതിരുന്ന, ഞങ്ങൾക്ക് ചെയ്യാൻ അവസരം ലഭിക്കാതിരുന്ന കർമ്മങ്ങളൊക്കെ തന്നെ ഞങ്ങൾ ചെയ്തു കൊള്ളാം എന്ന് അവിടെ വെച്ച് അവർ വിലപിക്കും. ആ സന്ദർഭത്തിൽ അവർക്ക് ലഭിക്കുന്ന മറുപടി,
അവരും ആലോചിക്കാൻ വേണ്ടത്ര സമയം ലഭിക്കത്തക്ക രീതിയിൽ നിങ്ങൾക്ക് ആയുസ് ലഭിച്ചില്ല. എന്നാൽ എന്നാൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നില്ലേ. എന്നിട്ട് നിങ്ങൾ ആ ആയുസ് വേണ്ടത്ര വിനിയോഗിക്കാത്തത് കൊണ്ട്, വേണ്ട രീതിയിൽ വിനിയോഗിക്കാത്തത് കൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള വലിയ അപകടത്തിൽ അല്ലെങ്കിൽ വലിയ ശിക്ഷയിൽ നിങ്ങൾ പതിച്ചുപോയി. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള അവസരമില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അങ്ങനെ വിലപിക്കുന്ന ദുഃഖിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതിരിക്കുവാൻ വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ ഈ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് ശ്രമിക്കുക. നമുക്കറിയാം, അവസാന 10 എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിനം ലൈലത്തുൽ ഖദ്ർ എന്ന് തന്നെ വിശുദ്ധ ഖുർആൻ അതിനെ കുറിച്ച് വളരെ കൃത്യമായി വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കൊക്കെ അത് വളരെ പരിചിതവുമാണ്. 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠകരമായ ആ നിർണിതമായ രാത്രി ലൈലത്തുൽ ഖദ്രി ഖൈറുൻ മിൻ അൽഫി ശഹർ. ആ ദിനത്തിൽ പുണ്യം നേടുവാൻ നമുക്ക് സാധിക്കേണ്ടത് ഒരു പുരുഷായുസ് കൊണ്ട് നേടിത്തീർക്കുവാൻ സാധ്യമല്ലാത്തത്ര പുണ്യം ഒരു ദിവസം കൊണ്ട് നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞ് അവസാനത്തെ 10 നിങ്ങൾ അത് പ്രതീക്ഷിച്ചു കൊള്ളുക എന്നാണ്. ആ ഒരു പ്രത്യേക ദിവസം അതിനുവേണ്ടി നിശ്ചയിച്ചിട്ടില്ല, അതിനുവേണ്ടി കണക്കാക്കിയിട്ടില്ല. അവസാനത്തെ 10 മുഴുവൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പത്നിമാരും പള്ളിയിൽ ഇഅ്തികാഫിരിക്കാറുണ്ടായിരുന്നു. ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ ഭൗതികമായ നമ്മുടെ എല്ലാ ഇടപാടുകളും മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുവാനുള്ള ഒരു അവസരമാക്കിക്കൊണ്ട് പള്ളിയുമായി ബന്ധപ്പെടുക, പള്ളിയിൽ ചടഞ്ഞുകൂടി ഇരിക്കുക എന്നതാണ്. പ്രാർത്ഥനകളാണ്, വിശുദ്ധ ഖുർആൻ പാരായണങ്ങൾ, ദിക്റുകൾ കൊണ്ട് നമ്മുടെ നാവ് ഉണങ്ങിപ്പോകാത്ത രീതിയിൽ അങ്ങനെയുള്ള പ്രാർത്ഥനകൾ ഏർപ്പെടുക എന്നുള്ളതാണ് അതുകൊണ്ട് ലക്ഷ്യപ്പെടുത്തുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നത് വരെ എല്ലാ റമദാനിലും അദ്ദേഹം ഇഅ്തികാഫിലിരുന്നു എന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം അവിടുത്തെ അദ്ദേഹത്തിന്റെ പത്നിമാരും ആ നിലയ്ക്ക് പള്ളിയിൽ ഇഅ്തികാഫിലിരുന്നതായ ഹദീസുകൾ രേഖപ്പെടുത്തപ്പെട്ടു. വളരെ ശ്രേഷ്ഠകരമായ ഈ റമദാനിന്റെ ദിനരാത്രങ്ങളെ കൂടുതൽ ധന്യമാക്കുവാനുള്ള ഒരു അവസരമായി നാം അത് ഉപയോഗപ്പെടുത്തേണ്ടത്. ഇനി പൂർണ്ണമായി അത്തരത്തിൽ പള്ളിയുമായി നമുക്ക് ഇഅ്തികാഫ് മറ്റും ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ കൂടി നമ്മുടെ ഹൃദയം പള്ളിയുമായി എപ്പോഴും ബന്ധപ്പെടുത്തത്തക്ക രീതിയിൽ അതിനെ പരിവർത്തിപ്പിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നാളെ പാരത്രിക ലോകത്ത് അള്ളാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത് ഒരു യുവാവ്. ആ യുവാവിന്റെ ഹൃദയം എപ്പോഴും പള്ളിയുമായി അറ്റാച്ച്ഡാണ്, പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പള്ളിയിലേക്ക് വരുന്നതും ആരാധനാക്രമങ്ങൾ മുഴുകുന്നതും അവിടെ പ്രാർത്ഥനകൾ മറ്റും ചെലവഴിക്കുന്നതിൽ വളരെ ആനന്ദം കണ്ടെത്തുന്ന ഒരു വ്യക്തിത്വത്തിൽ അല്ലാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കുമെന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഈ ദിനരാത്രങ്ങൾ ആ നിലയ്ക്ക് വിനിയോഗിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഇസ്തിഗ്ഫാർ, പാപമോചനം എന്നുള്ളത് ഏറ്റവും മഹത്തായ ഒരു കാര്യമാണ്. പാപമോചനത്തിന് വേണ്ടി നാം എപ്പോഴും തേടിക്കൊണ്ടിരിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഹദീസുകളിൽ മറ്റും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് മഅ്സൂം എന്നാണ്. മഅ്സൂം എന്ന് പറഞ്ഞാൽ മാനുഷികമായ പിഴവുകൾ നമ്മെ പോലെ സംഭവിക്കാത്ത ആളുകൾ, തെറ്റുപറ്റാത്ത വ്യക്തിത്വം എന്ന്. എന്നാൽ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസത്തിൽ 100-ലധികം തവണ അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ എനിക്ക് നീ പുറത്തു തരണമേ എന്ന് പറയാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും. ഇസ്തിഗ്ഫാർ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ടതാണ്. ജീവിതത്തിൽ നമുക്കൊക്കെ അറിയാതെ തെറ്റുകൾ സംഭവിക്കാം, മാനുഷികമായ പിഴവുകൾ സംഭവിക്കാം. ആ പിഴവുകളൊക്കെ അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടലാണ് യഥാർത്ഥത്തിൽ ഇസ്തിഗ്ഫാർ. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആൽ ഇംറാനിൽ ഈ കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. അവിടെ ഇസ്തിഗ്ഫാറിന് വേണ്ടി അള്ളാഹു പാപമോചനം നൽകുന്നതിലേക്ക് നിങ്ങൾ ധൃതിപ്പെടുക എന്നാണ് ഖുർആൻ വിശേഷിപ്പിച്ചത്. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് ധൃതിപ്പെടുക. എന്താണ് ആ പാപമോചനം കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്? വജന്നത്തിൻ, സ്വർഗത്തിലേക്കും. പാപമോചനം തീർന്നത് കൊണ്ട് നിങ്ങൾ സ്വർഗത്തിലേക്ക് അടുപ്പിക്കപ്പെടുകയാണ്. അതിന്റെ വിശാലത ആകാശഭൂമികളോളം വിശാലമായ ആ സ്വർഗത്തിലേക്ക് മുത്തഖികൾക്ക് വേണ്ടിയാണ് അത് സജ്ജമാക്കിയിട്ടുള്ളത്. എന്നിട്ട് വിശുദ്ധ ഖുർആൻ ആ മുത്തഖികളുടെ ചില സവിശേഷതകൾ വിശദീകരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ പറയുന്ന ഒരു കാര്യം ഇപ്രകാരമാണ്: അവർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മ്ലേച്ഛമായ ഒരു കുറ്റകരമായ ഒരു കാര്യം ചെയ്താൽ
അല്ലെങ്കിൽ അവർ അവരോട് തന്നെ അതിക്രമം പ്രവർത്തിച്ചാൽ അള്ളാഹുവിനെ അവർ ഓർക്കും. അതുപോലെ തന്നെ അവർക്ക് സംഭവിച്ച ആ പാപത്തിൽ അവർ പാപമോചനം തേടുകയും ചെയ്യും. നമുക്കൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ആളുകളുമായിട്ടുള്ള ഇടപെടലുകളാകാം, സംസാരങ്ങളിലാകാം, സാമ്പത്തികമായ കൊള്ളക്കൊടുക്കലുകളിലാകാം, അല്ലെങ്കിൽ പെരുമാറ്റങ്ങളിലാകാം, പല നിലക്കുള്ള വീഴ്ചകൾ സംഭവിക്കാം. അതുപോലെ തന്നെ അള്ളാഹുമായി ബന്ധപ്പെട്ട ആരാധനാ കർമ്മങ്ങൾ ചെയ്യുന്നതിലുള്ള സമയനിഷ്ഠമില്ലാതെയാകാം. അങ്ങനെയൊക്കെ തെറ്റുകൾ സംഭവിക്കാം. അങ്ങനെയുള്ള തെറ്റുകൾ സംഭവിച്ചാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ അവൻ ഓർക്കും. അങ്ങനെ പറ്റിപ്പോയല്ലോ, അതിൽ അള്ളാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്യും. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, അള്ളാഹു അല്ലാതെ മറ്റാരാണ് നമുക്ക് പാപം കൊടുത്തു തരുന്നത്? നാം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. ഒരാൾ ഒരു തിന്മ ചെയ്തു, തെറ്റ് ചെയ്തു, ആ തെറ്റാണ് ചെയ്തത് എന്ന് വളരെ കൃത്യമായി അയാൾക്ക് ബോധ്യപ്പെട്ടു. ആ ബോധ്യത്തിന് ശേഷം പിന്നെയും അത് ന്യായീകരിച്ച് അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവരല്ല വിശ്വാസം. ചിലപ്പോൾ ആളുകളുമായുള്ള ഇടപെടലിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായ പോരായ്മകൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായാൽ അതിനെ ന്യായീകരിച്ച് അത് ശരിയാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമങ്ങൾ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവാം. ഒരിക്കലും തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ആ തെറ്റ് അംഗീകരിക്കുക എന്നുള്ളതാണ് മനസ്സിന്റെ നൈർമല്യത്തിന്റെ ലക്ഷണം. അഹങ്കാരമാണ് തെറ്റിനെ ധിക്കരിക്കുവാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആളുകളെ ചെറുതായി കാണുകയും അതുപോലെ തന്നെ സത്യത്തെ തള്ളിപ്പറയുകയും ചെയ്യലാണ് അഹങ്കാരം എന്നത്. ഒരു തെറ്റ് സംഭവിച്ചാൽ ആ തെറ്റ് സംഭവിച്ചു എന്ന് ബോധ്യപ്പെട്ടാൽ അത് വ്യക്തികളുമായിട്ടാണെങ്കിൽ ഒരു സോറി പറയാൻ അല്ലെങ്കിൽ അവരോട് ക്ഷമിക്കാൻ പറയാൻ നമുക്ക് സാധിക്കാത്തത് നമ്മുടെ മനസ്സിന്റെ ധിക്കാരപരമായ ചിന്തയാണ്. അത് ഒരിക്കലും വിശ്വാസിക്കുണ്ടാവുകയില്ല എന്നാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. അവർ ചെയ്തു പോയ ആ തെറ്റിൽ ഒരിക്കലും അവർ ക്ഷണിച്ച് ഉറച്ച് നിൽക്കുകയില്ല. മാത്രമല്ല അവർ അതിന് അള്ളാഹുവിനെ ഓർക്കുകയും പശ്ചാത്തപിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെയൊക്കെ തന്നെ ജീവിതത്തിൽ ചെറുതും വലുതുമായ പാപങ്ങൾ, കുറ്റങ്ങൾ വന്നുപോയിട്ടുണ്ടാകാം. അള്ളാഹുവിനോട് അത് പൊറുക്കലിനെ തേടുവാൻ നമുക്ക് കഴിയേണ്ടത്. അതോടൊപ്പം തന്നെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഏതെങ്കിലും വ്യക്തികളുമായിട്ടാണ് നാം തെറ്റ് ചെയ്തിട്ടുള്ളത്, അവിടെ ആ വ്യക്തി പൊറുക്കാതെ ക്ഷമിക്കാതെ അള്ളാഹു നമുക്ക് പൊറുത്തു തരും എന്ന ചിന്ത നമുക്ക് ഒരിക്കലും ഉണ്ടാവേണ്ടതില്ല. എല്ലാം ക്ഷമിക്കുന്നവനാണ്, പൊറുക്കുന്നവനാണ് അള്ളാഹു, തീർച്ചയായും. പക്ഷേ വ്യക്തികളുമായി നമുക്ക് സംഭവിച്ച തെറ്റുകൾ അവരുമായി പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തുവാൻ, ആ തെറ്റിനോട് ക്ഷമ അവരോട് ചോദിക്കുവാൻ, അവരോട് ഫസ്റ്റ് അവരിൽ നിന്ന് പൊറുക്കലിനെ തേടുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെയാവുമ്പോൾ മാത്രമാണ് അള്ളാഹു നമ്മുടെ തെറ്റുകൾ പൊറുത്തു തരുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പല സ്ഥലങ്ങളിലായി ഈ കാര്യം സൂചിപ്പിക്കുന്നതായി കാണാൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ ആലോചിച്ചു, ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ തന്നെ ഭൗതിക ജീവിതത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾക്ക് സഹായകരമായ കാര്യമാണ്. ജീവിതത്തിൽ പലപ്പോഴും നാം ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം, അതിന്റെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം നാളെ പാരത്രിക ലോകത്ത് സ്വർഗപ്രവേശനം ലഭിക്കണം എന്നുള്ളത് തന്നെയാണ്. അള്ളാഹുവിന്റെ മഹത്തായ പ്രതിഫലം ലഭിക്കണം എന്ന് തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് ഭൗതികമായ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവാം. ആ ഗുണങ്ങൾ അതിന്റെ ഒരു ബൈ പ്രോഡക്റ്റായി നമുക്ക് ലഭിക്കുന്നതാണ്. അത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയുന്നതായി കാണാൻ കഴിയും. ഇസ്തിഗ്ഫാർ മൂലം ഭൗതികമായി മനുഷ്യന് ലഭിക്കുന്ന ചില സവിശേഷതകൾ നമ്മൾ ആലോചിച്ചു. മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരത്തിൽ പലപ്പോഴും നമ്മൾ പങ്കെടുത്തിട്ടുണ്ടാകാം. മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ ഇസ്തിഗ്ഫാറാണ് നടത്തുന്നത്. അള്ളാഹുവിനോട് പാപമോചനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് അത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ പള്ളിയിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഒരാൾ വന്നുകൊണ്ട് അദ്ദേഹത്തോട് പറയുകയാണ്, ഞങ്ങളുടെ നാട്ടിൽ വളരെ വലിയ വരൾച്ച സംഭവിച്ചിരിക്കുന്നു, എന്താണ് അതിന് പരിഹാരം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുക, അള്ളാഹുവിനോട് പാപമോചനം നടത്തുക. അല്പം കഴിഞ്ഞ് മറ്റൊരാൾ വരുന്നു, ഞാൻ വിവാഹം കഴിഞ്ഞ് നാളുകളായി, പക്ഷേ കുഞ്ഞ് ഉണ്ടാകുന്നില്ല, എന്താണ് ഞാൻ അതിന് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, താങ്കൾ ഇസ്തിഗ്ഫാർ നടത്തുക. മൂന്നാമതായി മറ്റൊരു വ്യക്തി പറയുന്നു, അദ്ദേഹത്തിന്റെ ഈ പച്ചക്കറിത്തോട്ടം മറ്റൊക്കെ നശിച്ചു പോകുന്നു, എന്താണ് ഞാൻ അതിന് ചെയ്യേണ്ടത്? ഈ സന്ദർഭങ്ങളിലൊക്കെ അദ്ദേഹം പറഞ്ഞ് ഇസ്തിഗ്ഫാർ നടത്താൻ. ആളുകൾ ചോദിച്ചു, വരുന്ന ആവശ്യക്കാർ വ്യത്യസ്തരാണ്, പക്ഷേ താങ്കൾ അവരോട് പറയുന്ന നിർദ്ദേശം ഒന്ന് തന്നെയാണല്ലോ, എന്താണിത്? ആ സന്ദർഭത്തിൽ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ജനതയോട് പറഞ്ഞ ചില കാര്യങ്ങൾ അദ്ദേഹം പറയുകയാണ്.
വിശുദ്ധ ഖുർആൻ സൂറത്ത് നൂഹിൽ ഈ കാര്യം ഇപ്രകാരം ഉണർത്തുകയാണ്. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ. അതിനു മുന്നോടിയായി അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് ഇസ്തിഗ്ഫാർ നടത്തുക. ഏത് സന്ദർഭത്തിലും നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇസ്തിഗ്ഫാർ നടത്തുന്നത് കൊണ്ട് എന്താണ് ഗുണം? യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ. അല്ലാഹു ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് മഴ ചൊരിഞ്ഞു നൽകും. വയുംദിദുകും ബിഅംവാലിൻ വബനീന വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറ. അപ്രകാരം നിങ്ങളെ മക്കളെ കൊണ്ട് അല്ലാഹു നിങ്ങളെ സഹായിക്കും. നിങ്ങൾക്ക് തോട്ടങ്ങളും നിങ്ങൾക്ക് അരുവികളും അവൻ ഉണ്ടാക്കി തരുന്നു. അപ്പൊ പാപമോചനം നടത്തുന്നതിലൂടെ പാരമ്പര്യമായ ഗുണം ലഭിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അത് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പലപ്പോഴും പല ആളുകളും ഞാൻ പല കാര്യങ്ങളും ചെയ്തു നോക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും തന്നെ ഒരു ബർക്കത്തും ഉണ്ടാകുന്നില്ല. ഞാൻ കച്ചവടം ചെയ്യുന്നു, അല്ലെങ്കിൽ എനിക്ക് ജോലിയുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്, ജീവിതത്തിൽ ഒരു അഭിവൃദ്ധി ഇല്ലല്ലോ എന്ന ചിന്ത അയാളെ എപ്പോഴും മതിച്ചുകൊണ്ടിരിക്കും. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു നാം ആലോചിക്കേണ്ടതുണ്ട്. അവിടെ അള്ളാഹുവുമായി നമ്മുടെ മനസ്സിനെ അടുപ്പിക്കുവാൻ, പാപമോചനത്തിന് വേണ്ടി തീർക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും അതിൽ ബർക്കത്തുണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഈ കാര്യം തിരിച്ചറിയുവാൻ നമുക്ക് കഴിയേണ്ടത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു അഅറാഫിൽ പറയുന്ന ഒരു വാക്യം ഇപ്രകാരമാണ്: വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൂ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാ. ആ ഗ്രാമീണവാസികൾ അവർ അല്ലാഹുവിൽ വിശ്വസിക്കുകയും അതുപോലെ തന്നെ സൂക്ഷ്മത പുലർത്തുകയും ചെയ്യുകയാണെങ്കിൽ, സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുകയാണെങ്കിൽ, ലഫതഹ്നാ അലൈഹിം അവർക്ക് ഒരുപാട് ഓപ്പൺസ്, ഒരുപാട് മാർഗങ്ങൾ അവർക്ക് നാം തുറന്നു കൊടുക്കുക തന്നെ ചെയ്യും. എന്തിന്റെ തുറവികളാണ്, എന്തിന്റെ സാഹചര്യങ്ങളാണ് അവർക്ക് അല്ലാഹു ഉണ്ടാക്കി കൊടുക്കുന്നത്? ബറകാത്ത്, അനുഗ്രഹങ്ങൾ. ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാ. ആകാശത്തു നിന്നുള്ള ഒട്ടനവധി ബർക്കത്തുകളുടെ, അനുഗ്രഹങ്ങളുടെ കവാടങ്ങൾ അവരുടെ മുമ്പിൽ തുറക്കപ്പെടുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പരാതികൾ, ആവലാതികൾ ബോധിപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ആവലാതികൾ ബോധിപ്പിക്കുന്നതോടൊപ്പം അവരുടെ മാനസികമായ അവസ്ഥ എന്താണ് എന്ന് അവർ സ്വയം പരിശോധിക്കേണ്ടതുണ്ട്. അല്ലാഹുവുമായി യാതൊരു ബന്ധവുമില്ലാത്ത, ഇസ്തിഗ്ഫാർ നടത്താത്ത, പാപമോചനത്തിന് വേണ്ടി തേടാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ബർക്കത്തുകൾ അവർ പ്രതീക്ഷിക്കേണ്ടതില്ല. അതോടൊപ്പം തന്നെ നാം ചെയ്യുന്ന കാര്യം അത് അല്ലാഹു അനുവദിച്ച മാർഗങ്ങളാവുകയും ചെയ്യേണ്ടതുണ്ട്. സാമ്പത്തികമായി ഏതെങ്കിലും തരത്തിലുള്ള ക്രയവിക്രയങ്ങൾ നടത്തുമ്പോൾ അന്യായം ഹറാം ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിൽ ബർക്കത്തുണ്ടാകണമെന്ന് അയാൾ ആഗ്രഹിക്കേണ്ടതില്ല. അയാൾക്ക് ചിലപ്പോൾ സമ്പത്ത് വിപുലമായിട്ടുണ്ടാകാം, പക്ഷെ അല്ലാഹുവിന്റെ അനുഗ്രഹം അതിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അവിടെ വളരെ കൃത്യമായി അല്ലാഹുവിന്റെ നിയമ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അത് കുറവാണെങ്കിലും, ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അത് ഒരു വസ്തുവിലുള്ള ആധിക്യം മാത്രമാണ് എന്ന് നാം ചിന്തിക്കേണ്ടതില്ല. മാനസികമായി നമുക്ക് അതിലൂടെ ലഭിക്കുന്ന ഒരു സംതൃപ്തി, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുണ്ടാകണമെങ്കിൽ നാം ചെയ്യുന്ന കാര്യങ്ങൾ അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ആ മാർഗത്തിലൂടെ ആവണം എന്നുള്ളതാണ്. ഏത് തരത്തിലുള്ള ഭൗതിക കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അതിൻ്റെയൊക്കെ പിന്നിൽ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ അംഗീകരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഹൃദയത്തെ ഏത് സന്ദർഭത്തിലും അല്ലാഹുവുമായി ബന്ധിപ്പിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെ ആകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് കൂടുതൽ നന്മ ഉണ്ടാകുന്നത്. മറ്റൊരാഴ്ചയിൽ അല്ലാഹു പറയും, നിങ്ങൾ അല്ലാഹുവിനോട് പാപമോചനം ചെയ്യുക, അതുപോലെ തന്നെ അവനിലേക്ക് പശ്ചാത്തപിച്ചു കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു നിർണിത സമയം വരെ എന്ന് പറഞ്ഞാൽ നാം മരണപ്പെടുന്നത് നിങ്ങൾക്ക് ഏറ്റവും നല്ല വിഭവങ്ങൾ അവൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരും, നിങ്ങളെ അനുഭവിക്കുമെന്ന്. അപ്പോൾ നമ്മുടെയൊക്കെ തന്നെ ജീവിതത്തിൽ സദാ എപ്പോഴും ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് ഇസ്തിഗ്ഫാർ. ഈ റമളാനിലെ അവസാന ദിനരാത്രങ്ങൾ പാപമോചനത്തിന് വേണ്ടിയുള്ള തേട്ടങ്ങളാൽ നമ്മുടെ അതരങ്ങൾ നനയുവാനും അതുപോലെ തന്നെ എപ്പോഴും സജീവമായിരിക്കുവാനും നാം ശ്രമിക്കുക. അല്ലാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ നിയമവിധികൾ ജീവിതത്തിൽ സൂക്ഷിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ റമളാനിന്റെ അവസാന ദിനരാത്രികളുടെ കടന്നുപോകുന്ന ഈ സന്ദർഭത്തിൽ നാം
കർമ്മങ്ങൾ കൂടുതൽ സജീവമാക്കുക അല്ലാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പെരുന്നാളുമായി നമുക്കറിയാം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രാധാന്യപൂർവ്വം ആവശ്യപ്പെട്ട നിർദ്ദേശിച്ച ഒരു കാര്യമാണ് ഫിത്ർ സക്കാത്ത്. പെരുന്നാൾ ദിനത്തിൽ ഒരാൾ പോലും സമൂഹത്തിൽ വിശപ്പ് അനുഭവിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് എന്ന മഹത്തായ ലക്ഷ്യമാണ് അതിനുള്ളത്. അതുകൊണ്ട് അത് നിർബന്ധമായി നിർവഹിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഈ പള്ളി കേന്ദ്രീകരിച്ച് ഫിത്ർ സക്കാത്ത് സംഘടിതമായി വിതരണം ചെയ്യുന്നതാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായതുപോലെ തന്നെ 120 രൂപയാണ് ഒരു വ്യക്തിക്ക് ഫിത്ർ സക്കാത്തിന് വിഹിതമായി നിശ്ചയിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ വീട്ടിലുള്ള മുഴുവൻ അംഗങ്ങൾക്കും, അത് അവിടെ ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ പോലും അവർക്ക് പോലും ഫിത്ർ സക്കാത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്ന് ആ പെരുന്നാൾ ദിവസം അന്ന് പ്രഭാതത്തിൽ പെരുന്നാൾ പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഉണ്ടായ കുഞ്ഞിന് പോലും ആ ഫിത്ർ സക്കാത്ത് നിർദ്ദേശിക്കപ്പെട്ടു. അതുകൊണ്ട് വളരെ കൃത്യമായി കണിശമായി അത് കൊടുത്തു തീർക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിൻ്റെ ലക്ഷ്യം നമ്മുടെ നോമ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടുക എന്നുള്ളത് നാം തിരിച്ചറിയുക. അതുപോലെ തന്നെ നമുക്കറിയാം, പെരുന്നാൾ ദിനം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ മുഴുവൻ ഈദ്ഗാഹുകളിൽ വെച്ചാണ് പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ പള്ളിയുടെ തൊട്ട് മുമ്പിൽ വെച്ച് വർഷങ്ങളായി ഈദ്ഗാഹുകൾ നടക്കാറുണ്ട്. ഇപ്രാവശ്യം അതുപോലെ ഈദ്ഗാഹ് സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് പെരുന്നാൾ ദിവസം 7:15 നമസ്കാരം. നമുക്കറിയാം, വളരെ ചൂടും മറ്റൊക്കെയുള്ള ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് ഏറ്റവും നേരത്തെ അത് ചെയ്യുക എന്നുള്ളത് സുന്നത്തിന്റെ ഭാഗം കൂടിയാണ്. എല്ലാവരും സമയത്ത് എത്തിച്ചേരണമെന്ന് ഈ പള്ളിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു കളക്ഷൻ എടുക്കുമെന്ന് കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചിരുന്നു. എല്ലാ ആളുകളും അതുമായി സഹകരിക്കണമെന്ന് ഉണർത്തുകയാണ്. മറ്റൊരു കാര്യം സൂചിപ്പിക്കാറുള്ളത്, പുളിക്കൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന എബിലിറ്റി ഫൗണ്ടേഷൻ എന്നൊരു സ്ഥാപനം. അതിൽ ഈ ഹാൻഡിക്യാപ്റ്റായ ആളുകൾ, കണ്ണു കാണാത്ത, കേൾവി പരിമിതിയുള്ള, അതുപോലെയുള്ള പ്രയാസപ്പെടുന്ന ചില ആളുകൾ, അവരെ സഹായിക്കുക, അവരുടെ പുനർജീവനം എളുപ്പമാക്കുക എന്നുള്ളതാണ് ആ സ്ഥാപനത്തിന്റെ ലക്ഷ്യം. മുമ്പ് ഒരു രക്ഷിതാവ് വന്ന് അദ്ദേഹത്തിന്റെ കുട്ടി ഇങ്ങനെയുള്ള ശാരീരിക വൈകല്യമുള്ള ഒരു കുട്ടിയായിരുന്നു. അവനെ ഒരു ക്രിസ്ത്യൻ സ്ഥാപനത്തിൽ പഠിപ്പിച്ചപ്പോഴുണ്ടായ ഒരു ദുരനുഭവം ഒരു വ്യക്തിയോട് വന്ന് പറഞ്ഞ സന്ദർഭത്തിൽ എന്ന് പറഞ്ഞാൽ, അവർ പഠിപ്പിക്കുന്നതോടൊപ്പം അവരുടെ ആശയങ്ങൾ കൂടി ഈ കുട്ടിയിൽ കുത്തിച്ചെലുത്തുന്ന ഒരു രീതിയുണ്ട്. എന്തെങ്കിലും ഒരു സംവിധാനത്തെ കുറിച്ച് സംഘടനാപരമായി നിങ്ങൾക്ക് ആലോചിച്ചുകൂടെ എന്ന ഒരു നിർദ്ദേശം ഒരു വ്യക്തിയിൽ നിന്നുണ്ടാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിലുള്ള ഒരു സ്ഥാപനം തന്നെ ഉയർന്നു വരികയും ചെയ്യും. നമുക്ക് അറിയാം, ഒരുപാട് ഇതുപോലെയുള്ള ആളുകൾ, അവർക്ക് ചിലപ്പോൾ ശാരീരിക ചലനം തന്നെ ഇല്ലാത്ത, അതുപോലെ തന്നെ ഈ കാഴ്ച പരിമിതി, കേൾവി പരിമിതി പോലെയുള്ള, അതുപോലെ മെന്റലി റിട്ടയർഡായ ആളുകൾക്കൊക്കെ അവർക്ക് പര്യാപ്തമാകുന്ന രീതിയിൽ ജോലി പരിശീലനവും അതുപോലെ തന്നെ വിദ്യാഭ്യാസവും ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വലിയ വിപുലമായ രീതിയിലാണ് അതിൻ്റെ സംഘാടനവും മറ്റൊക്കെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാസത്തിൽ 10 ലക്ഷത്തിലധികം സംഖ്യ ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പിന് ആവശ്യമായിരുന്നു. അതുകൊണ്ട് നമുക്ക് കഴിയുന്ന രീതിയിൽ നമ്മുടെയൊക്കെ തന്നെ റമദാനിലും മറ്റൊക്കെ നാം നൽകുന്ന സംഭാവനകളിലൂടെയാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമുക്ക് കഴിയുന്ന രീതിയിൽ അതുമായി ബന്ധപ്പെട്ട് നാം സഹകരിക്കുക. ഇൻഷാ അല്ലാഹ് ഇവിടെയുള്ള അബ്ദു സാഹിബ് നിങ്ങളുമായി ബന്ധപ്പെടും, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഈ കാര്യം നിർവഹിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. അല്ലാഹു നമ്മുടെ എല്ലാ നല്ല സ്വാലിഹായ സൽക്രമങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതുമായ പാപങ്ങൾ കുറ്റങ്ങളും പാപ്പാക്കിക്കുമാറാകട്ടെ. ഈ ദിനരാത്രങ്ങളിൽ ആരാധന കർമ്മങ്ങൾ കൂടുതൽ ചെയ്യുവാനുള്ള തൗഫീഖും മാനസികമായ സന്നദ്ധതയും നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നുപോയ പാപങ്ങളും കുറ്റങ്ങളും പുറത്തു പാപ്പാക്കി തീരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുമിത്രാദികളും മറ്റും വലിയ ഒരു യുദ്ധത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. നമുക്കറിയാം, നമ്മുടെ അടുക്കളയിൽ വരെ ആ യുദ്ധത്തിന്റെ സ്വാധീനം എത്തിപ്പെട്ട ഒരു സന്ദർഭമാണ്. എത്രയും പെട്ടെന്ന് ഇതിന് നേതൃത്വം നൽകുന്ന ആളുകളുടെ മനസ്സിനെ പിന്തിരിപ്പിക്കുകയും ഒരു സമാധാനപൂർണമായ സന്തോഷപൂർണമായ ഒരു ജീവിതം ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും എളുപ്പമാക്കി കൊടുക്കുവാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات
اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا